സാന്ദ്രമായൊരോർമ്മ മന്ദഹസിച്ചുകൊണ്ട് മുന്നിൽ വന്നു നിൽക്കുന്നു. ഒരു മരത്തണലിൻ്റെ ശീതളിമയിൽ, പഴയൊരു ഗ്രാമഫോൺ ഉതിർത്ത ഈണങ്ങളുടെ പിന്നണിയിൽ, ഗസല് പോലെ കഥകൾ പറഞ്ഞു തന്നൊരു സുൽത്താനു ചുറ്റും ഒത്തുകൂടിയതിൻ്റെ ഓർമ്മ. ഓർമ്മകൾക്ക് ചിറകുമുളപ്പിച്ച് നമുക്ക് ഈ മരച്ചുവട്ടിൽ നിന്നും പറന്നുയരാം. സുൽത്താൻ അനുഗ്രഹിച്ചു നൽകിയ തൂലിക കൊണ്ട് കഥകളുടെ പുഷ്പോത്സവങ്ങൾ തീർത്ത ഒരു ശിഷ്യൻ്റെ അടുത്തേക്ക്. നീഹാരം പൊഴിയുന്ന നീലക്കുന്നുകൾക്ക് മുകളിൽ, പൂത്തുനിൽക്കുന്ന കണ്ണാന്തള്ളിപ്പൂക്കൾക്ക് നടുവിൽ, നിളയുടെ ആ നിത്യകാമുകനൊപ്പം നമുക്ക് പുതിയൊരു ഒത്തുകൂടലിൻ്റെ മാധുര്യമുണ്ണാം. മലയാള മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ആവടി മേഖല എല്ലാ വർഷവും നടത്തുന്ന ഭാഷാ നൈപുണി വികസന ശില്പശാല അറിവോരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് 4ാം പതിപ്പാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അതിനു മുമ്പ് ശ്രീ ഒ വി വിജയനെ കുറിച്ചുമെല്ലാം ഈ ശില്പശാലയിലൂടെ അറിയാൻ സാധിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അറിവ് തന്നെയായിരുന്നു. ഈ വർഷം ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ MT വാസുദേവൻ നായരെ കുറിച്ചാണ് ഇത്തവണത്തെ അറിവോരം കുട്ടികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആവടി മേഖലയിലെ എല്ലാ പ്രവർത്തകരെയും അധ്യാപകന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് കഥകൾ കേട്ട്, കവിതകൾ ചൊല്ലി, കളിച്ചും ചിരിച്ചും പാടിയും പറഞ്ഞുമെല്ലാം മലയാള ഭാഷയെ ആസ്വദിക്കാൻ കിട്ടുന്ന ഈ ദിനം ഗംഭീരമാക്കാം. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അരങ്ങൊരുങ്ങുകയാണ്. ആളും ആരവവും അകമ്പടിയായുണ്ട്. കുഞ്ഞു മനസ്സുകളിൽ കൗതുകമുണർത്തുന്ന അറിവോരക്കാഴ്ചകൾക്ക് യവനിക ഉയരുകയാണ്. ഇവിടെയാകെ പ്രതീക്ഷയുടെ പൂമണമുണ്ട്. ജിജ്ഞാസയുടെ പൊന്നൊലികളുണ്ട്. സർവം സാക്ഷിയായി കഥകളുടെ പെരുന്തച്ഛൻ്റെ അദൃശ്യ സാന്നിധ്യമുണ്ട്. ചിത്രത്തെരുവുകൾ. MDയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു കയറ്റിയത് ആ ജീവിതയാത്രയുടെ ചുരുക്കെഴുത്തായ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനത്തോടെയാണ്. പിന്നാലെ ആ ചലച്ചിത്ര സപര്യയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരു മനോഹര ശില്പം അവർക്കായി അനാവരണം ചെയ്യപ്പെട്ടു. തോൾസഞ്ചിയിൽ പുസ്തകങ്ങളും കയ്യിലൊരു ബൈനോക്കുലറുമായി മറ്റാരും തേടിവരാത്ത കാട് കയറിപ്പോകുന്ന നക്ഷത്രക്കണ്ണുള്ള കൗമാരക്കാരി ആരണ്യകത്തിലെ അമ്മിണി. ബഷീറിനും മാധവിക്കുട്ടിക്കും ഇന്ദിരാഗാന്ധിക്കും വരെ അയക്കാത്ത കത്തുകൾ എഴുതുന്നവൾ. അവളുടെ ലോകത്തേക്ക് അപ്പുവിൻ്റെ കൈപിടിച്ച് ഓപ്പോളും. ജാനകിക്കുട്ടിയുടെ കുറുമ്പുകൾക്ക് കൂട്ടായി എത്തുന്ന കുഞ്ഞാത്തോലും. പൂമ്പാറ്റകളെപ്പോലെ പാട്ടുപാടി പാറി നടന്ന കുഞ്ഞു വിനോദിനിയും കൂട്ടുകാരും. മനോകാമനകളെ സധൈര്യം അനുഗമിച്ച മനോരഥങ്ങളിലെ സുധയും.
വാർദ്ധക്യത്തിനെ ഏകാന്തതകൾക്ക് വിട്ടുകൊടുക്കാതെ ആഘോഷമാക്കുന്ന ചെറുപുഞ്ചിരിയിലെ അമ്മാള് മുത്തശ്ശിയുമൊക്കെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മാധവി കുട്ടിക്ക് ആരാധിക വേണ്ട, ഒരു വായനക്കാരി മതി. ഒരു വായനക്കാരി. പ്രാന്ത്. അയ്യോ, ഓപ്പോളിന് കത്തയക്കാൻ മറന്നല്ലോ. ഇത്തവണ പൂതവും തിരയും കാണാൻ വരാമെന്ന് ഏറ്റതായിരുന്നു. ഓപ്പോളിന് ഇന്ന് തന്നെ കത്തയക്കണം. ഞാൻ കരഞ്ഞില്ല. വല്യമ്മ വീണ്ടും ചെയ്ത് പറഞ്ഞു. നീ എവിടെയായിരുന്നു? എത്ര പൂത്തോണം തിരിയാ പോണോ പോലെ താഴത്തെ കവിലെ വേലക്ക് ഞാനും പോട്ടെ. ഒപ്പോളും വരണം, പകൽപ്പുറണ്ട് പോലെ. ഞാനില്ല. താവിയെ നിന്റെ കൂടെ അയക്കാം. അവൻ കാലിമുത്താറിന്റെ കൂടെ പോയല്ലോ. ഓപ്പോളും വരണം. ഞാനില്ല. ഓപ്പോളെ എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോ അമ്മണി, ഓപ്പോളെ, ഞാൻ ഇപ്പൊ ഓപ്പോളിനെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. അതാ നോക്ക്, അത് മഞ്ഞക്കിളി, അത് പുല്ലുണ്ണിക്കിളി. ഇതൊക്കെ കാണാൻ തന്നെ എന്താ രസം. അധികം ഇവിടെ ഇരിക്കേണ്ട കുട്ടിയെ. ദുരാത്മാക്കളൊക്കെ അലഞ്ഞു തിരയുന്ന ഇടം എന്നാ കേട്ടിരിക്കണേ. എന്താ നോക്കണേ? കരുനീലി, അത് പാവാ, ഒന്നും ചെയ്യില്ല. ഇത്തിരി മുറുക്കാൻ കിട്ടാനാ പിന്നാലെ നടക്കണേ. എന്റെ കയ്യില് തീർന്നു. മുത്തശ്ശി മുറുക്കും, ഞാൻ കൊണ്ടുതരാം. ആരും കാണാണ്ട് കൊണ്ടുവരൂ. ജാനുക്കുട്ടി പറമ്പിൽ ചുറ്റി നടക്കണത് എപ്പോഴും ഞാൻ കാണാറുണ്ട്. എന്താ, വീട്ടിലിരിക്കാൻ ഇഷ്ടല്ലേ? വീട്ടില് ആരെടുത്തുമില്ല, എല്ലാവരും ചീത്ത. ഇങ്ങോട്ട് വരൂ, നമുക്ക് വട്ട് കളിക്കാം, കൊത്തങ്കല്ലാടാം. നീരിയുടെ കയ്യിൽ കവടിയുണ്ട്. തായം കളിക്കാൻ അറിയോ? മൂന്നംഗ സംഘം എന്താ ഇവിടെ? ഇനി എങ്ങാനും എന്റെ ഇടത്ത് അതിക്രമിച്ച് കേറുമോ? മൂളി മൂളി കാറ്റിലുണ്ടൊരു കളിക്കുറുമ്പ്, കുറുനിരയിൽ തൊട്ട് കൊണ്ടൊരു പായാരം. അത് ശരി, അപ്പന് കുറച്ചുകൂടി കരുതിക്കോ. ഭർത്താവിന്റെ ചെതയിൽ ഉടന്തടി ചാടി മരിക്കണമെന്നല്ലേ പഴയ പ്രമാണം. ആഹാ, അന്നൊരു ബുദ്ധിയുണ്ടല്ലേ, അതിന് എന്നെ കിട്ടില്ല. നിന്റെ ഇഷ്ടം. അപ്പൊ അടുത്ത ജന്മത്തിലേക്ക് വേറെ ആളെ തിരയേണ്ടി വരും, അല്ലാതെന്താ. നാളെ പുറപ്പെടും. ഇല്ല ഇല്ല, ഇവരങ്ങനെ ടിക്കറ്റ് ഒന്നും പറഞ്ഞേച്ച് മേടിപ്പിക്കാനാണെന്നില്ല. എന്നാ വെക്കട്ടെ. പ്രണയവും വിരഹവും വേദനയും പ്രതീക്ഷയുമൊക്കെയുള്ള MDയുടെ പെണ്ണുങ്ങൾ. അതികായകന്റെ എഴുത്ത് ലോകത്ത് അവർക്കെന്തെല്ലാം ഭാവങ്ങളാണ്, എത്ര കരുത്താണ്. സമൂഹം തുല്യതാബോധത്തിന് താഴെ നിർത്തിയിരുന്ന അവരുടെ ലോകബോധം നമ്മെ ഇപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വേദിയിൽ അവതരണ ഗാനത്തിന് അകമ്പടിയായി അക്ഷരങ്ങൾ ജ്വലിക്കുന്ന കണ്ണാന്തളിപ്പൂക്കൾ ചൂടി മലയാളം മിഷന്റെ പുതിയ കണിക്കൊന്ന പഠിതാക്കളെത്തി. வாழ்க வாழ்க தாய்மொழி தன் வீரியமே, பொலிக பொலிக வித்து போலே தலைமுறைகள் தன் காதலே. வாழ்க வாழ்க தாய்மொழி தன் வீரியமே, பொலிக பொலிக வித்து போலே தலைமுறைகள் தன் காதலே. അക്ഷരങ്ങളുടെ ഉടയതമ്പുരാന് മുമ്പിൽ പനിനീർ പുഷ്പങ്ങൾ അർപ്പിച്ച് അവർ അനുഗ്രഹം തേടി. നമ്മുടെ മാതൃഭാഷയും മലയാളത്തിൻ്റെ സാഹിത്യ ലോകവുമൊക്കെ ഇവിടെ വളരുന്ന, മറുനാട്ടിൽ ജനിച്ചു വളരുന്ന കുട്ടികളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വലിയൊരു പദ്ധതി വിജയകരമായി ആവടി മലയാള മിഷൻ നടത്തി വരികയാണ്.
അതിമനോഹരമായ ഈ പ്രഭാത കാഴ്ചയിൽ ഒരാളായി കൂടെ ചേരാനും വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. എം ഡിയുടെ പ്രിയപ്പെട്ടവരിൽ പ്രഥമഗണനീയനായിരുന്ന ആ ഹൃദയസ്പന്ദനങ്ങളുടെ അർത്ഥവ്യാപ്തികൾ വരെ തിരിച്ചറിഞ്ഞ കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷിൻ്റെ സാന്നിധ്യത്തിൽ അറിവോരത്തിൻ്റെ വേദിയിൽ അക്ഷരങ്ങളുടെ വെളിച്ചം തെളിയിക്കപ്പെട്ടു. നമസ്കാരം. മലയാള മിഷൻ തമിഴ്നാട് ചാപ്റ്റർ നടത്തുന്ന അതിഗംഭീരമായ ഒരു ഭാഷാ ഇടപെടലാണ് അറിവോരം ശില്പശാല. അറിവോരം ശില്പശാലയുടെ 4ാം എഡിഷനാണ് ഈ വർഷം നടക്കുന്നത്. ഈ വർഷത്തെ അറിവോരം ശില്പശാലയുടെ ഉള്ളടക്കം എം ടിയും എം ടിയുടെ സർഗലോകവുമാണ്. ഒരു പക്ഷേ കേരളത്തിൽ നടക്കുന്ന മലയാള ഭാഷയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷാ ഇടപെടൽ ആയിട്ടാണ് 3 എഡിഷനുകളിലെ അറിവോരം കടന്നുപോയത്. ഈ 4ാം എഡിഷൻ വളരെ സമർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, സെഷനുകൾ കൊണ്ട് സമ്പന്നമാണ്. പ്രിയങ്കരനായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ വർഷത്തെ അറിവോരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭാഷാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ മുന്നേറ്റമായി മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിൻ്റെ ഈ അറിവോരം 4ാം പതിപ്പ് മാറട്ടെ എന്ന് കേരള സർക്കാർ സാംസ്കാരികകാര്യ വകുപ്പിന് വേണ്ടി, മലയാളം മിഷന് വേണ്ടി ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പിന്നെ നിളാതീരത്തേക്കുള്ള യാത്രയായിരുന്നു. അവിടെ 4 കെട്ടും 2ാം ഊഴവും വടക്കൻ വീരഗാഥയും ഒന്നായി ചമച്ചു ചേർത്ത് വച്ചൊരു ലോകം അവർക്കായി കാത്തുവച്ചിരിക്കുന്നു. നിളയുടെ തീരത്ത് അവരെ കാത്ത് 4 കെട്ടിലെ അപ്പുണ്ണിയുണ്ടായിരുന്നു. അപ്പുണ്ണിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്താച്ചിയുണ്ടായിരുന്നു. മുത്താച്ചിയുടെ കഥകളിലൂടെ അപ്പുണ്ണിക്കൊപ്പം അവരും 2ാം ഊഴത്തിലെ ഭീമനെ കണ്ടറിഞ്ഞു. തൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നവനെന്ന് അപ്പുണ്ണിയോട് എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ച സെയ്താലിക്കുട്ടിയുടെ നന്മകളിൽ അപ്പുണ്ണിക്കൊപ്പം അവരും ചതിയനല്ലാത്ത ഒരു ചന്തുച്ചേകവരെ കണ്ടെത്തി. അമ്മ ഇല്ലത്തിന് ജോലി കഴിഞ്ഞ് വന്നതാണോ? എന്താ അപ്പു തനിയെ പറഞ്ഞു കൊണ്ടുവരുന്നത്? എന്റെ അമ്മ വലിയ തറവാട്ടിലെയാ അല്ലേ മൂത്താച്ചി? അത് പേരുകേട്ട വടക്കേപ്പാട്ടയാ നിന്റെ അമ്മ. അവിടത്തെ കാരണവരുടെ ഇളയ മരുമകൾ. വടക്കേപ്പാട്ടെ 4 കെട്ടുകാര് വലിയ തറവാടുകാരല്ലേ? പാറക്കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം പലർക്കും ഇഷ്ടമല്ലാതെ ആയവനെ. എന്റെ അച്ഛന് സത്യത്തിൽ എന്താ പറ്റിയ മൂത്താച്ചി? എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? സെയ്താലിക്കുട്ടി നിന്റെ അച്ഛനെ ഒരു വിരുന്നിന് വിളിച്ചായിരുന്നു. എല്ലായിടത്തും നിന്ന് ഭക്ഷണവും കഴിക്കും. അങ്ങനെയല്ലേ ചതി പറ്റിയത്? ചതിയോ? എന്റെ അച്ഛൻ ആരാ മൂത്താച്ചി ചതിച്ചത്? വേറെ ആരാ? സെയ്താലി തന്നെ. വളർന്നു വില്ലാകും, കൈകൾക്ക് നല്ല കഴുത്തുണ്ടാകും. അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല, തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാം. ആരാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ച സ്വരത്തിൽ പറയാം, ഞാനാണ് കോങ്കണ്ണ നായരുടെ മകൻ അപ്പുണ്ണി. അന്നൊരിക്കൽ ശ്രീതാലിക്കുട്ടിയെ കണ്ടുമുട്ടാതിരിക്കില്ല. എന്നിട്ട് വേണം പകരം ചോദിക്കാൻ. ശ്രീതാലിക്കുട്ടിയുടെ കഴുത്ത് എന്റെ കൈകളിൽ കിടന്ന് വിളയും. അപ്പോൾ ഞാൻ ചോദിക്കും, നീയാണോ എന്റെ അച്ഛനെ? എത്ര തവണ പറഞ്ഞതാ സ്കൂള് വിട്ടാ അവിടെ ഇവിടെ നിൽക്കാതെ സന്ധ്യ ആവും മുമ്പ് വീട്ടിക്ക് എത്തണമെന്ന്.
ചെല്ലു, നിനക്ക് ഇഷ്ടപ്പെട്ട ഉള്ളി മൂപ്പിച്ച ചോറ് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ, ആ അമ്മയുടെ ഒരു കാര്യം പറയണ്ടേ? പറയും മോനെ. എനിക്ക് വടക്കേപ്പാട്ട് പോണം. വടക്കേപ്പാട്ടോ? എന്റെയും കൂടെ തറവാടല്ലേ അമ്മ അത്. എനിക്ക് 4 കൊട്ട് കാണണം. അവിടെ ഇപ്പൊ സർപ്പത്തുള്ളുണ്ടത്രേ. എന്താ പുണ്യ ഈ പറയണത്? വടക്കേപ്പാട്ട് പോണെന്നോ? പഷ്ണി കടന്ന് ചത്താലും എന്റെ മോനെ ഞാനാ പടി ചവിട്ടിക്കില്ല. പാറുകുട്ടി, അപ്പുണ്ണി പറയണത് കേട്ടോ മുത്താച്ചി? അവന് വടക്കേപ്പാട്ട് പോണമത്രേ. അവനിപ്പോ അങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ അവൻ പോട്ടേനെ. ഒന്നുമില്ലെങ്കിലും അവനും കൂടി അവകാശപ്പെട്ട തറവാടല്ലേ അത്. നീ പോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളൂ അവനെ. അവന് പോണേ പൊക്കോളൂ. സത്യമാണോ? ആ, മുത്താച്ചി കൊണ്ടുപോകും നിന്നെ. നാളെ മുത്താച്ചിക്കൊപ്പം പൊക്കോളൂ. വേഗം വിളിക്കാം. എല്ലാരും കൊതിയാകുന്നു. അതെ അതെ. അപ്പു, ഇതാണ് നിന്റെ വെല്ലുമാമൻ. അല്ലേ? ഏതായി ചെക്കൻ? നിങ്ങളെന്താ ശ്രദ്ധിച്ചു? ഏതായി ചെക്കനെന്ന്? അയ്യോ അയ്യോ, ഇത് നമ്മുടെ പാറക്കുട്ടിയുടെ മോനാ. പാറക്കുട്ടി ഇവിടെ നിന്ന് പരിഹരിച്ച് പിണ്ടം വെച്ചോ. എന്റെ തറവാട് കണ്ട ചണ്ടിപ്പണ്ടാർക്ക് നിരങ്ങാൻ നേരമല്ല. കിടക്കുമോട്ട്. എനിക്ക് തറവാടാണോ വിളിക്കുന്നത്? ദുഷ്ടൻ, പരമ ദുഷ്ടൻ. ചെറിയ കുട്ടിയാണെങ്കിലും നോക്കണ്ടേ? അനുഭവിക്കുന്നതിനൊക്കെ ഞാൻ പറയാം, നീ അനുഭവിക്കും. അപ്പൊ വാ വാ, മുത്തച്ഛി, അമ്മയോട് ഇതൊന്നും പറയല്ലേ, അമ്മയ്ക്ക് വിഷമാകും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറയില്ല. നീ പേടിക്കാതെ വാ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. എന്താ കുട്ടി? ഏതാ കുട്ടി നീ? എന്താ കരയണ്? ഞാൻ പേടിക്കണ്ട, പറഞ്ഞോളൂ. ഞാൻ അപ്പുണ്ണി, കോന്തുണ്ണി നായരുടെ മകൻ. നായരുട്ടിയെ എവിടുന്നാ വരുന്നത്? ഞാൻ വടക്കേപ്പാട്ടെന്ന്. ഞാൻ നായരുട്ടിക്ക് ചൂട് ചായ വരട്ടെ. തനിക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കോന്തുണ്ണി നായരുടെ മോൻ അപ്പുണ്ണി. വാ നായരുട്ടി, പോവാ. ഒരു നിമിഷം, നിങ്ങളുടെ പേരെന്താ? നമ്മുടെ പേരോ? നമ്മുടെ പേര് സെയ്താലിക്കുട്ടി. അറിയില്ല മുത്തച്ഛി, അത് ഏതൊരു വൈബോക്കാന്ന് തോന്നുന്നു. അതെയോ? ആ പോട്ടെ, നിന്റെ വിഷമമൊക്കെ മാറിയോ അപ്പു? മുത്തച്ഛി വലിയ ആളാകണം, എന്നിട്ട് വേണം ആ വല്യമ്മാമോട് പകരം പോലെ. എന്റെ അപ്പു, അതിന് കൗരവരോട് പകരം ചോദിച്ചത് നിന്റെ വില്ലാളി വീരനായ അർജുനനായിരുന്നില്ലല്ലോ. പിന്നെ ആരാ മുത്തച്ഛി? അത് ഭീമനായിരുന്നില്ലേ? ദുശാസനന്റെ മാറു പിളർന്ന് ചോര കുടിച്ച ദുര്യോധന്റെ തുള തച്ചു തകർത്ത കൗരവരിൽ 100-നെയും ഒറ്റയ്ക്ക് കൊന്ന വീരൻ ഭീമസേനൻ. പക്ഷേ വില്ലാളി വീരൻ അർജുനല്ലേ മുത്തച്ഛി? എന്റെ അപ്പു, അതെന്താന്നറിയോ? നീ യഥാർത്ഥ വീരന്റെ കഥ കേൾക്കാഞ്ഞിട്ടാ. പാണ്ഡവരിൽ രണ്ടാമന്റെ കഥ, മറ്റാരും പറയാത്ത 2-ാം മൂഴക്കാരന്റെ കഥ. ദേ നോക്കിയേ, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ കർണന്റെ അസ്ത്രങ്ങളിലേക്ക് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ മരിച്ചു ചെയ്യേണ്ടതായിരുന്നു. വിശ്രകുമാര, അങ്ങ് വിശ്രമിച്ചാലും അങ്ങേക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എങ്ങനെ ഞാൻ സമാധാനത്തോടെ വിശ്രമിക്കും? ഓടുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. കർണൻ വീഴാതെ നമുക്ക് ജയിക്കാനാവില്ല. അങ്ങ് സമാധാനമായിരുന്നാലും കാലത്തിൽ നിന്നും വന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് അർജുനൻ അല്പസമയത്തിനകം തന്നെ അർജുനകുമാരൻ കർണനെ ചെയ്യും. ആ സന്തോഷ വാർത്ത പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നു. നീ എത്തിയോ? എനിക്കറിയാം കർണനെ വീഴ്ത്താൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന്. ഇതാഘോഷിക്കേണ്ട സമയനായ അർജുനൻ കർണനെ വധിച്ചിരിക്കുന്നു. കർണനെ വധിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കർണന്റെ പരാക്രമം ഞാൻ അവസാനിപ്പിക്കും. ഉറപ്പ്? ഉറപ്പ്? 13 കൊല്ലം നിന്റെ മേലിപ്പറച്ചിൽ കേട്ട് വിശ്വസിക്കുന്ന ഞാനാണ് മൂടൻ. കർണനെ ഭയമെങ്കിൽ ആ ഗാന്ധിയം കൃഷ്ണനെ ഏൽപ്പിക്കൂ.
കൃഷ്ണൻ തോൽപ്പിക്കുന്ന എനിക്ക് ഉറപ്പാണ്. താൻ പേരോടിച്ചാൽ മതി ഇനിയുള്ള യുദ്ധത്തിൽ ഒരു വില്ലാളിയൻ വന്നിരിക്കുന്നു. സവ്യസായത്രേ ബീരു. കർണനെ വധിക്കാതെ ജ്യേഷ്ഠന്റെ മുമ്പിൽ ഞാൻ വരില്ല, ഇത് സത്യം. ദുശാസനെയും ഭീമസേനൻ വധിച്ചിരിക്കുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. ദുശാസനെ വധിച്ചിരിക്കുന്നു. കൗരവരിൽ ഇനിയും ദുര്യോധനൻ മാത്രം ബാക്കി. ഭീമസേന, നീയാണ് യഥാർത്ഥ പോരാളി, പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ. എന്റെ ബലം ദുശാസനെ അറിയിച്ച മണ്ഡലം നൽകിയെന്ന് എനിക്കുറപ്പാണ്. രാജ്യസദസ്സിൽ വെച്ച് അവൻ ദ്രൗപദി ചെയ്തതെല്ലാം എനിക്ക് മറക്കാനാകുമോ? എല്ലാത്തിനും ഞാൻ പ്രതികാരം ചെയ്തു. കൈക്കാലുകൾ കഥകളാക്കി ഞാൻ അവനെ അടിച്ചു വീഴ്ത്തി. എടുത്തു ചാടി കഴുത്തിൽ കാലമർത്തി, നെഞ്ചിൻ കുളിൽ താഴെ വിരലുകളമർത്തി വാരിയെ ഒടിച്ചു. ചൂടറവ പോലെ കൊതിച്ചു ചാടി അവന്റെ രക്തം ഞാൻ പാനം ചെയ്തു. ഇനിയും ദ്രൗപദിക്ക് നൽകിയ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇനിയും തുടക്കി താളം പിടിച്ചിരുന്നവൻ മാത്രം ബാക്കി. അവന്റെ തോന്നും ഞാൻ തച്ചു തകർക്കും. കർണൻ വീണു. എന്നെ കർണൻ വീഴുന്നു. അർജുനകുമാരൻ കർണനെ വീഴ്ത്തി. ഒരു നിമിഷം, എങ്ങനെയാണ് അർജുനൻ കർണനെ വീഴ്ത്തിയത്? യുദ്ധത്തിനിടയിൽ കർണന്റെ തേർച്ചക്രം കുഴിമണ്ണിൽ താന്നു. ചക്രം മാറ്റി യുദ്ധം തുടരാൻ സമയം ചോദിച്ച കർണൻ, പക്ഷെ അർജുനകുമാരൻ ആ സന്ദർഭം മുതലെടുത്ത് കർണനെ വധിക്കുകയായിരുന്നു. എന്തായാലും കർണൻ വീണല്ലോ, ജയത്തിന് സന്തോഷമായല്ലോ, അത് മതി. വില്ലാളി വീരന്റെ നാമം പാലോകർ ഏറ്റുപാടട്ടെ. അവരുടെ കഥകളിൽ ഈ ഞാൻ ആരായിരിക്കും? വലിയ വയറും വലിയ വായുമുള്ള എന്റെ ചിത്രം കണ്ട് അവർ ചിലപ്പോ ചിരിച്ചേക്കാം. അല്ലെങ്കിൽ 16 മതകഥകളുടെ ശക്തിയോടെ ആകാശ ശിരസും ഭൂമിയിൽ പാദങ്ങളുമായ എന്റെ ഘോരരൂപം കണ്ട് അവർ ചിലപ്പോൾ ഞെട്ടിയേക്കാം. എന്തായാലും നിങ്ങളുടെ കഥ തുടരട്ടെ. ഭീമസേനന്റെ കഥയോട് അവസാനിക്കുന്നു. തറവാട്ടിലെ ചോറിന് നല്ല നൂറുണ്ട് തോന്നുന്നു. തറവാട് എങ്ങനെയും രക്ഷ കാണണം ആ നരകത്തിൽ നിന്ന്. ഞാൻ നാളെ വയനാട്ടിലേക്ക് തിരിച്ചു പോവാ. അപ്പൊ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ഈ കത്ത് തരാനാ. ഞാൻ പോയതിനു ശേഷം പൊട്ടിച്ച് വായിച്ചാൽ മതി. പാടച്ചെല്ലാത്തിനും വഴി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബേദാറുണ്ടെന്ന്. ഇത്രയും വേണ്ടപ്പെട്ട അപ്പുണ്ണിയായർ വായിച്ചറിയാൻ സ്വന്തം സൈതാലി എഴുതുന്നു. ആരാണ് ഈ മനുഷ്യൻ? ആരോമൽ ചേകവരെ ചതിച്ചു കൊന്ന വടക്കംപാട്ടിലെ ചന്തുവിനെ പറ്റി ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു. സൈതാലി ചതിയനോ അതോ നല്ലവനോ? ഒരുപക്ഷെ ചന്തുവിന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൈതാലിയും അറിയാൻ സാധിക്കുമായിരിക്കും. പാണന്മാർ പറഞ്ഞു വരുത്തിയ ചതിയൻ ചന്തുവിന്റെ കഥയല്ല, വീരനായ ചന്തു ചേവരുടെ കഥ. ദാ കാണൂ. കണ്ടവൻ ചന്തുല്ലാണേ, പുത്തുവിളക്കിന്റെ തണ്ടെടുത്ത്. ആരോമൽ ചേകവരെ ചതിച്ചു കൊന്ന ആ ചതിയൻ ചന്തുവിന്റെ തലയെടുത്തു വരണം. തീർച്ചയായും ഞങ്ങൾ അവന്റെ തലയുമായി വരും. ഞങ്ങളെ അനുഗ്രഹിച്ചാലും പോയി വരും മക്കളെ. 2 ബാലകന്മാർ പടിപ്പുരയിൽ വന്ന് കാണണമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നു. ഞാൻ ആദ്യം പാലടിച്ചിരിക്കുന്നത് ചേകവന്മാർക്ക് ചേർന്നതല്ല. ആരാണ് നിങ്ങൾ? ഞങ്ങൾ ചന്ദ്രശേഖരയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നതാണ്. ഇവിടെ പഠിപ്പില്ല. വേറെ 17 കളരിയിൽ ശിഷ്യന്മാരുണ്ട്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ ഇരുമ്പാണി മുട്ടി മുഴയാണി വെച്ച് ഒണ്ടാരം കൊണ്ട് ചുരുക വരക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പോൾ മറന്നു പോയെന്ന് കാവ് പറഞ്ഞവൻ ചന്തു. മറിയിൽ അങ്കത്തവ ചൂടോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവാളുകനെ കണ്ടു താഴ്ത്തി മാറ്റാൻ കൂടുതലേക്ക് ചാടി രക്ഷപ്പെടുവാൻ ചന്തു. കൊടും ചതികൾ പിന്നെ എന്തൊക്കെ പാടി നിൽക്കുന്നു പാണവർ നിങ്ങളുടെ നാട്ടിൽ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ദേവി, നിങ്ങൾ തോൽക്കരുത് മക്കളെ. ചതിയൻ ചന്തുവിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കട്ടെ. ദൂരവേണ്ട കളങ്കമായിട്ടുള്ള ആരംഭലങ്ങളുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ.
അറിയാമോ, ഈ വേഷവും പത്രാസും എല്ലാം ചെയ്താലും വാങ്ങിയിട്ടുള്ള ജോലി വെച്ച് ഞാൻ സമ്പാദിച്ചതാ. അപ്പുണ്ണിയെ അപ്പുണ്ണി എന്നൊക്കെ വിളിക്കാൻ അറിയാമോ? തെണ്ടിച്ചക്കനെന്നായിരുന്നല്ലോ വിളിച്ചിരുന്നത്. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. നീ എനിക്കൊരു 500 രൂപ കടം തരണം, ഇല്ലെങ്കിൽ ഈ തറവാട് കണ്ട മാപ്പിളാര് കൊണ്ടുപോകും. ദേവി ഇരിക്കുന്ന തറവാടാ, കണ്ട മാപ്പിളാര് കൊണ്ടുവച്ചാൽ. ശരി, മാപ്പിളമാർക്ക് കൊടുക്കണ്ട, എനിക്ക് വന്നോളൂ. 4000 രൂപ തികച്ചുണ്ട്. ദേവി. അമ്മേ ധൈര്യമായി കയറിക്കോളൂ അമ്മേ. പാ അമ്മേ. എന്താ പുണ്യെ, ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ. അമ്മ പേടിക്കണ്ട, ഈ 4 വട്ടം ഇടിച്ചു പൊളിക്കാൻ ഏർപ്പാട് ചെയ്യാം. ഇവിടെ കാറ്റും വെളിച്ചം കയറുന്ന ഒരു ചെറിയ വീട് മതി നമുക്ക്. ഇരുട്ട് തളം കെട്ടിക്കിടന്നിരുന്ന 4 കെട്ടുകൾ പൊളിച്ചുണ്ടായ വെളിച്ചം, MD എന്ന മലയാളത്തിൻ്റെ വലിയ എഴുത്തുകാരൻ തുറന്നുവിട്ട തിരിച്ചറിവുകളുടെ ആ വെളിച്ചത്തിലേക്ക് അപ്പുണ്ണിക്കും അമ്മയ്ക്കുമൊപ്പം അവരും നടന്നു കയറി. മലയാളം മിഷൻ്റെ തമിഴ്നാട്ടിലെ ആവടി മേഖല ഒരു ദിവസം മുഴുവൻ നീണ്ട അറിവോരം എന്ന ഭാഷാ ശില്പശാല നടത്തിയതിൽ ആദ്യവസാനം പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ഹൃദയസ്പർശിയായൊരു അനുഭവമായി. എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും നവീനമായ ഒരു അനുഭവവും അനുഭൂതിയായിരുന്നു. കാരണം ഗുരുസ്ഥാനീയനും ജ്യേഷ്ഠനുമായ MTക്കാണ് ഇത്തവണത്തെ അറിവോരം സമർപ്പിക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തവണ വൈക്കം മുഹമ്മദ് ബഷീറിനായിരുന്നു, അതിനു മുമ്പ് OV വിജയനായിരുന്നു. കുട്ടികൾ വളരെ സമർത്ഥമായിട്ടാണ് MTയുടെ കഥാപാത്രങ്ങളായി വേഷം പകർന്നത്. 3 നാടകങ്ങളിലൂടെ MTയുടെ മുഴുവൻ കഥാസത്തയെയും സംയോജിപ്പിച്ചുകൊണ്ട് ജയറാമിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വളരെ വിപുലമായ ഒരു നാടകം തീർച്ചയായും MTക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായി മാറി. എനിക്ക് തോന്നുന്നു MT കുട്ടികളിൽ വിശ്വസിച്ചാണ് മടങ്ങിപ്പോയത്. ആ കുട്ടികൾ MTക്ക് നൽകുന്ന മഹത്തരമായൊരു പുരസ്കാരം പോലെയാണ് ആവടി മേഖലയുടെ ഈ അറിവോരം ശില്പശാലയിലെ പരിപാടികൾ. സിനിമയിലെ കഥാപാത്രങ്ങളെ ഇത്ര ഭംഗിയിൽ പരിചയപ്പെടുത്തിയതും തയ്യാറാക്കിയതും മീരാ നാരായണനാണ് എന്നും മനസ്സിലാക്കുന്നു. പേര് പറഞ്ഞാൽ തീരാത്തത്ര പേരുടെ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. വിശേഷം രക്ഷാകർത്താക്കളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. ഇവിടെ ക്ലാസ്സുകളുണ്ട്. രഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ വലിയ സംഘം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആവടി മേഖലയിലെ ധാരാളം മലയാള സമാജങ്ങൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. വളരെ സന്നദ്ധ സേവകർ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ ഈ സെറ്റ് നിർമ്മിക്കാനും ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനമുണ്ടാക്കാനും ഒരുപാട് പേർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മേക്കപ്പ് മാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ ഇതിന് സജ്ജരാക്കാൻ, വിശേഷം നമ്മുടെ നാട്ടിലല്ല മറുനാട്ടിൽ മലയാള ഭാഷയുമായിട്ട് അത്രയൊന്നും പരിചയമില്ലാത്ത കുട്ടികളെ കൂടി നല്ല മലയാളം പറയിക്കാനും MTയെപ്പോലെ മലയാളത്തിൻ്റെ പരമാചാര്യനായ ഒരു എഴുത്തുകാരനെ ആഴത്തിൽ മനസ്സിലാക്കി കൊടുക്കാനും ചെയ്ത ഈ സേവനം മലയാളം മിഷൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായി മാറിയെന്ന് അനുഭവം കൊണ്ട് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളവും മലയാളവും വളരുകയാണ്. പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന് അന്യമായ ദേശങ്ങളിൽ, സപ്തസാഗരങ്ങളെ കടന്ന് അന്യമായ ദേശങ്ങളിൽ അതിന് മലയാളത്തിൻ്റെ വലിയ മിഷനായി പ്രവർത്തിക്കുകയാണ് മലയാളം മിഷൻ. ആവടി മേഖല അതിന് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് അറിവോരം ശില്പശാലയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും സത്യസന്ധമായി ആത്മാർത്ഥമായി ഉള്ളു നിറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്നു. നാടക കാഴ്ചകൾക്ക് ശേഷം പഠന പ്രക്രിയയുടെ പുതിയൊരു ഗുരുകുലം അവർക്കായി തുറക്കപ്പെട്ടു. അവിടെ കഥകളിലൂടെ, ചിത്രങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ അവർ MDയെ കൂടുതലായി അറിഞ്ഞു. അവരുടെ സുഹൃത്തായി, വഴികാട്ടിയായി, മാർഗദർശിയായി അധ്യാപകർ മാറിയപ്പോൾ അറിവോരം അതിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണത നേടുകയായിരുന്നു.
പർവ്വതങ്ങളെയും മനുഷ്യ മനസ്സുകളെയും നമ്മൾ കീഴടക്കിയിരിക്കും. അങ്ങനെ ഈ ലോക മലയാളി മനസ്സുകളെ മുഴുവനും, ലോകത്തെ ചലച്ചിത്ര ലോകത്തെ എല്ലാവരെയും, മലയാളത്തെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു മഹത് വ്യക്തിത്വമാണ് MT എന്ന രണ്ടക്ഷരം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ. കുഞ്ഞനുറുമ്പിന്റെ കയ്യിൽ ഒന്നുമില്ല, മഴ നനയാനായിട്ട് ഇരിക്കാൻ ഒന്നുമില്ല, ഒരു കൊടയില്ല, ഒന്നുമില്ല, ഒരു തലയിലിടാൻ ഒരു തോർത്തില്ല. ആകെ കുഞ്ഞനുറുമ്പിന് ഭയങ്കര സങ്കടമായി. അത് മാത്രമല്ല, കുഞ്ഞനുറുമ്പ് നോക്കുമ്പോ തൊടിയിൽ നിന്നവരൊക്കെ വാഴയിലയൊക്കെ വെട്ടി തലയിൽ വെച്ചിട്ട് ഓടുന്നു. വാഴയിലറിയില്ലേ, വലിയ നമ്മുടെ ഈ പറയുന്ന മലയാളം തമിഴ്നാട് ചാപ്റ്ററിന്റെ മലയാള മിഷൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ സംഘാടകർ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ് കാര്യം? MT എന്നൊരു മഹാമനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാഹിത്യങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് സിനിമകൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നും, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരുപാട് വർത്തമാനങ്ങൾ നമ്മളുമായി കൈമാറിയിട്ടുണ്ട് എന്നും, ഒരുപാട് എഴുത്തുകൾ നമ്മളുമായി കൈമാറിയിട്ടുണ്ട് എന്നും, നിങ്ങളെ പഠിപ്പിക്കാൻ രാവിലെ മുതൽ ഒരുപാട് നാടകത്തിലൂടെയും ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചു വച്ചിട്ടും ഇവിടെ എഴുത്തുകൾ എഴുതി വച്ചിട്ടും നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു. അറിവോരം മലയാള സാഹിത്യ ലോകത്ത് മേൽവിലാസമുണ്ടാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരെ കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന പ്രവാസികളായ മലയാളി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മഹത്തായ പരിപാടിയാണ് മലയാള മിഷൻ്റെ കീഴിൽ ആവടി മേഖലയിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി നടന്നു വരുന്നത്. ഇത്തവണ അറിവോരം മലയാള സർഗലോകത്തിന് വളരെ പ്രശസ്തമായ ഒരു ഇടം നൽകിയ സർഗവസന്തത്തിൻ്റെ 2 അക്ഷരങ്ങൾ MD എന്ന 2 അക്ഷരങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു. MDയുടെ കഥകൾ, MDയുടെ സിനിമകൾ, MDയുടെ കൃതികൾ ഒക്കെ നമ്മളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് അറിവോരം എന്ന പേരിൽ മലയാള മിഷൻ നടത്തി വരുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി നമ്മൾ പ്രഗത്ഭരായ മലയാള സാഹിത്യകാരന്മാരെ, അവരുടെ കൃതികളെ ഒക്കെ നമ്മളുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരികയാണ്. കഴിഞ്ഞ വർഷം ബേപ്പൂർ സുൽത്താനായിരുന്നു നമ്മളുടെ മുഖ്യ വിഷയം. അതിനു മുമ്പ് ഖസാക്കിൻ്റെ ഇതിഹാസമെന്ന ഒരു ബൃഹത്തായ പുരാതനമായ ഗ്രാമം നമ്മളുടെ ക്യാമ്പിൽ പുനർസൃഷ്ടിക്കുകയും വലിയ ഒരു സർഗ സവിശേഷമായ ഒരു ഭാഷാ പഠനമാണ് നമ്മളുടെ കുട്ടികളിൽ നടന്നു വരുന്നത്. അത്തരത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അറിവോരം എന്നത്. ഇന്ന് MDയെ അറിഞ്ഞാണ് കുട്ടികൾ ഈ ക്യാമ്പ് വിടുന്നത്. MDയുടെ ഒപ്പം വളരെ കാലമായി നിന്നിരുന്ന, ഒരു നിഴൽ പോലെ നിന്നിരുന്ന ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആദ്യ സമയങ്ങളിൽ കുട്ടികളുമായി സംവദിച്ചത്. അതിനുശേഷം MDയുമായി ബന്ധപ്പെട്ട 10 സിനിമകളിലെ കഥാപാത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ശില്പം നമ്മളുടെ കുട്ടികൾ അവതരിപ്പിച്ചു. 3 കൃതികളിലെ രണ്ടാമൂഴം, വടക്കൻ വീരഗാഥ, 4 കെട്ട് തുടങ്ങിയ നോവലുകളിലെ കഥാപാത്രങ്ങളെ നമ്മളുടെ കുട്ടികൾ അവതരിപ്പിച്ചു. ശേഷം ഇവിടെ ഭാഷാ പഠന ക്ലാസുകൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയൊരു സാംസ്കാരിക ഇടപെടലുകളാണ് അറിവോരത്തിലൂടെ മലയാള മിഷൻ നടത്തി വരുന്നത്. പറഞ്ഞില്ലേ നീ അറിഞ്ഞ
MD എന്ന രണ്ടക്ഷരങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസത്തിന് ഒടുവിൽ സംഗീത സാന്ദ്രമായ പര്യവസാനം. ആടിയും പാടിയും ഓളവും തീരവും കണ്ട് ഒരു ശുഭാന്ത്യം. പ്രിയപ്പെട്ട MD, 100 കഥകളുടെ പെരുന്തച്ച, അങ്ങ് എഴുതിയതെല്ലാം ആർത്തിയോടെ വായിച്ചു തീർത്തവരിലും അങ്ങ് സൃഷ്ടിച്ച അത്ഭുതങ്ങൾ അഭ്രപാളികളിൽ കണ്ടാസ്വദിച്ചവരിലും മാത്രമല്ല, അങ്ങയുടെ അക്ഷരോത്സവങ്ങൾ നാളിതുവരെ അനുഭവിക്കുവാൻ ഭാഗ്യമില്ലാതിരുന്ന പറിച്ചു നടപ്പെട്ട ഒരു പിടി ബാല്യ മനസ്സുകളിൽ കൂടി ഇനി മുതൽ MD എന്ന രണ്ടക്ഷരങ്ങൾ മായാതെ നിൽക്കും. അവരുടെ സ്വപ്നങ്ങളിൽ ഇനി അങ്ങോട്ട് കൂടല്ലൂരിലെ വയൽവരമ്പും നിളാനദിക്കരയും പിന്നെ ഒരിക്കലും വാടാത്ത കണ്ണാന്തളിപ്പൂക്കളുടെ വസന്തങ്ങളുമുണ്ടാവും, തീർച്ച. ഓർമ്മകളുടെ മണിച്ചപ്പിലേക്ക് ഒരു ദിവസത്തെ കൂടി വിട്ടുകൊടുത്ത് നീലക്കുന്നുകളിൽ നിന്നും ഞങ്ങൾ തിരികെ ഇറങ്ങി. കടം ചോദിച്ചൊരു സായാഹ്നം ബാക്കിയുണ്ട് എന്ന നഷ്ടബോധമില്ലാതെ. വർഷങ്ങളും നൂറ്റാണ്ടുകളും ചിലപ്പോൾ എണ്ണമറ്റ യുഗങ്ങളും കടന്നുപോയേക്കാം. എന്നിരുന്നാലും ഞങ്ങളിനിയും ഒത്തുകൂടും. ഭസ്മത്തട്ടിൻ്റെ പിറകിൽ വച്ച ധൂമക്കൂട്ടുകളുടെ സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിലെ നിശബ്ദമായ സംഗീതം കേൾക്കുവാനായി. അനുവദിച്ചു തന്നു കാലം, അത് കാലത്തിനോട് പ്രകൃതിയോട് ജഗന്നിയന്താവിനോട് ഒക്കെ നമുക്ക് നന്ദി പറയാം. അത്രയേ ഉള്ളൂ.